ഭഗവത്തെ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 75 ശ്ലോകം 3-4. ഹസ്തപ്രാപ്യോപ്യഗമ്യോച്ഛടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപതതസ്തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തന്മൂലകമഹിതമഹാമൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമേഭിർലളിത വിരചിതം രാധികായൈ ദിശേതി. ഗൃഹാനന്ദന്തമംസേ യുതമഥ ഹലിനാ രംഗമംഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗീരപസഹൃതമനോലോചനാ വീക്ഷ്യ ലോകാഃ. ഹംഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാങ്കനാ നോ യശോദ നോ നോ ധന്യേക്ഷണാസ്മസ്തൃജഗതി വയമേവേതി സർവേ ശംസു. ഹസ്തപ്രാപ്യഃ അപി ആഗമ്യ ഝടിതി മുനിജനസ്യ ഇവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനഃ അഭിപതിതഃ തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തത് മൂലകമഹിതമഹാമൗക്തികാനി ആത്മമിത്രേ പ്രാദാഃ ത്വം ഹാരം ഏഭിഃ ലളിത വിരചിതം രാധികായൈ ദിശ ഇതി. ഗൃഹാനം ദന്തം അംസേ യുതം അഥ ഹലിനാ രംഗം അംഗ ആവിശന്തം ത്വാം മംഗല്യ അംഗഭംഗീരഭസഹൃത മനഃലോചനാ വീക്ഷ്യ ലോകാഃ. ഹംഹോ ധന്യാ ഹി നന്ദഃ നഹി നഹി പശുപാല അങ്കനാ നോ യശോദ നോ നോ ധന്യ ഇക്ഷണാഃ സ്മ ത്രിജഗതി വയം ഏവ ഇതി സർവേ ശശംസു. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തില് ഭഗവാൻ കൃഷ്ണൻ இந்த കുവലയാപീഠത്തും കൂടെ വിളയാടുறது பார்த்தோம். മൂന്നാമത് ശ്ലോകത്തില് ത്വം മുനിജനസ്യ ഇവ ഹസ്തപ്രാപ്യഃ അപി. മഹർഷിമാർക്ക് എപ്പിടി പക്കത്തില ഭഗവാന അനുഭവിക്ക മുടിയറതോ അതുമാതിരി പിടിക്ക പാക്കണം அப்படின்னு நினைச்சிருந்து அந்த குவலயாபீடம் பிடிக்க பார்க்கறதாம். ஆனா பகவான் பிடிக்க கொடுக்கறது இல்லையா. கஜேந்திரம் சடிதி பூமௌ அபாத்திய. அந்த பெரிய ஆனை குவலயாபீடம் அப்படியே பெட்டன்னு திடீர்னு கீழே விழுந்தது. கீழே போட்டுட்டார் பகவான், பிடிச்செழுத்து கீழே போட்டுட்டார். புனः அபிபததः தஸ்ய தந்தம் சஜீவம் மூலாது உன்மூல்ய. அதுக்கப்புறம் கோபத்தினால நேர ஓடி வந்து அந்த ஆனையோடு 2 கொம்பையும் பிடிச்சு அப்படியே வேரோட இழுத்தெடுக்கிறாரு. ஆனைக்கு ரொம்ப வலிக்கும் ஆக்சுவலி. அப்படி வலிக்கிற வலியில அதுல ஜீவனும் அந்த கொம்பும் ആനക്കൊമ്പൻ രണ്ടും ഒരേ സമയത്തിലെ വെളിയില വന്നത് ചൊല്ലുക. തന്മൂല മഹിത മഹാമൗക്തികാനി ഏഭിഹി. அப்படி அந்த வேரோட இழுக்கறதே அந்த கொம்புக்கு அடியில் நிறைய முத்துகள் இருக்கு. അത് കവിഭാവനയാക്കും நிறைய முத்துகள் உண்டுன்னுள்ளது. அப்போ அந்த முத்துகளை எல்லாத்தையும் எடுத்து
ലളിത വിരചിതം ഹാരം രാധികൈഹി ദിശ ഇതി. അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് തന്നോട് സഖാ ആന ശ്രീതാമാക്ക് ആത്മമിത്രേ പ്രദാഹ സഖാ ആന ശ്രീതാമ കയ്യിലെ കൊടുത്തിട്ട് ചൊല്റാർ ഇതെല്ലാം കൊണ്ടുപോയി രാധികാക്ക് കൊട്. அந்த ராதிகா விரகம் ഭഗവാനുക്ക് ഇരുന്നതുங்கிறது இங்கே காட்டுற ഭാഗവത്തിൽ രാധികയെ ചൊല്ലിയിട്ടേ ഇല്ലേ. ഇங்கே அந்த ராதிகா விரகத்தை കൂടി ഭട്ടതിരി ചൊല്ലറാർ. എന്നിട്ട് ഇதை കൊണ്ടുപോയി രാധികാക്ക് കൊടുക്കறதுக்காக കൊടുക്കറാർ. ഇനി അടുത്തതിൽ എന്നെ ചൊല്ലുறாന്ന് அந்த കുവലയാപീഠത്തോട് കൊമ്പ രണ്ടേയും പിടുങ്ങിയെടുത്താച്ച് അത രണ്ടുപേരും രാമരൊന്ന് വെച്ചിരിക്കാരാം കൃഷ്ണരൊന്ന് വെച്ചിരിക്കാരാം. രണ്ടുപേരും തോളില് വെച്ചത് അങ്ക അധ ദന്തം അംസേ ഗൃഹാനം. ഹേ ഭഗവാനെ ഗുരുവായൂരപ്പ இந்த കുവലയാപീഠത്തെ വധം പണ്ണിനத்துக்கு അപ്പുറം அந்த ആനക്കൊമ്പ ബലരാമനോട് കൂടെ രണ്ടുപേരും തോളില് വെച്ചത് ഹലിനായുധം രംഗം ആവിശന്തം ത്വാം വീക്ഷ്യ. രണ്ടുപേരുമാ அந்த இதுக்கு போறா മല്ല രംഗത്തുക്ക് ഏറി വരത്തെ മംഗല്യാംഗ ഭംഗീരഭ സഹൃദ മനോലോചനാഹ. അഴകാന ശരീരലാവണ്യം. കൃഷ്ണരെ பார்த்தாலே அழகா இருக்குமாம், ராமர் அதுக்கு மேல அழகா இருப்பராம். ரெண்டுபேரோடும் அந்த சரீரலாவண்யம் அந்த அழகான அந்த திருமேனியை பார்க்கறதுக்கே அழகா இருக்குமாம். അതും കൂടെ ഭയമേ ഇല്ലാതെക്ക് മല്ലന്മാരങ്ങ് നിൽക്കറാ. அதை பார்த்து തുള്ളി കൂടി ഭയമില്ലാതെക്ക് വറ கையில் குவலையாபீடத்தோட. இப்போ எங்களுக்கு இத்தனை சக்தி இருக்குங்கிறது காட்டுறதுக்காக வேண்டிங்கிற மாதிரி கையில் குவலையாபீடத்தோட அந்த ரெண்டு ആനക്കൊമ്പ കയ്യിൽ വെച്ചിരുന്നാക്കും വാ നന്നപ്പടി തല ഒശത്തിന്ത് വറ. அதை பார்த்தப்போ ആക്ച്വലി കംസൻ ഉൾപ്പെടെ എല്ലാവർക്കും ഭയമാച്ച. മല്ലന്മാരെല്ലാം നല്ല പെരിയ സൈസാര് കായ്വാരുണ്ട് കുഴന്തകളോനാ കൂടി മല്ലന്മാർക്ക് പാത്താ ഭയമാരെന്തുതാ. കംസനുക്ക് പാത്താ അതുക്ക് മേലെ ഭയമാരെന്തുതാ. ആന അങ്ക വേറെ ആരെല്ലാം ഇരുന്നാ നന്ദഗോപുരം വന്നൊക്കാതിരുന്നാ ഗോപന്മാരെല്ലാം വന്നൊക്കാതിരുന്നാ കൊഞ്ചം സ്ത്രീകളെല്ലാം കൂടി അന്ത മേടയിൽ ഉക്കാതിരിക്കാളാം. രാജാക്കന്മാരെല്ലാം നിറയെ പേരിരിക്കാളാം. അവൾക്കെല്ലാം എന്നെ തോന്നറുതാന്നാ ഹംഹോ നന്ദഹാഹി ധന്യ. ഹരേ இந்த നന്ദഗോപർ എത്ര ഭാഗ്യം മണ്ണിരിക്കാൽ. ഇപ്പിടി രണ്ട് കുഴന്തകളെ അവൾക്ക് തഹപ്പനാരായിരിക്കാളേ എത്ര ഭാഗ്യവാൻ. ധന്യഹ ധന്യഹ ചൊല്റാളാം. ഇപ്പൊ വേറെ പഞ്ചം പേര് ചൊല്റാളാം. നഹി നഹി പശുപാലാങ്കനാഹ. அந்த கோப ஸ்திரீகளுக்காக்கும் அவளாக்கும் ഭാഗ്യം മണ്ണിരിക്ക. இந்த குழந்தை கூட ഇത്ര നാളേക്ക് എപ്പിടിയെല്ലാം വിളയാടിയിരിക്ക. അവളാക്കും ധന്യന്മാർ ചൊല്റാളാം. വേറെ പഞ്ഞം അമ്മമാർ ചൊല്റാളാം. നോ യശോദ അല്ലല്ല യശോദയാക്കും ധന്യം ഉള്ളത്. പാലൂട്ടി താലാട്ടി ചീരാട്ടി വളർത്തിന്ന് വന്നിരിക്കാളേ അന്ത യശോദ അൽവാ ധന്യമാ ഉള്ളവൾ അപ്പടിന്ന് ചൊല്റാളാം. നോ നോ ഏവം വയം ഏവ ത്രിജഗതി ധന്യേക്ഷണാഹ സ്മ. അല്ല അല്ല இந்த 3 ലോകത്തിലെയും വെച്ച് ഏറ്റവും ധന്യമാനവ പുണ്യം പണ്ണിനവ. இந்த കണ്ണ് നമ്മളെല്ലാം ഇപ്പോൾ പാത്തന്തിരിക്കോമേ നമ്മളാക്കും. എന്നത്തിനാലെന്ന് ഇത് സർവേ ലോകാഹാശംസു. എന്നത്തിനാലെന്ന് നമ്മൾക്ക് പാക്ക മുടിയാറതേ കൃഷ്ണരോട് இந்த രൂപത്ത് இப்படி வந்து அந்த மல்ல யுத்தம் பண்ணறதுக்கு ரெடியா வராரே இதாக்கும் നമ്മളാക്കും ഭാഗ്യവാന്മാർ അപ്പടിന്ന് ചൊല്ലിക്കൊരാളും. ഇപ്പടി അങ്ങുള്ള ജനങ്ങളെല്ലാം ഓരോരുത്താളെയും മാറ്റി മാറ്റി വാഴ്ത്തറാളും. ഹരേ.